ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്നിവിടെ ഒരു ഇലയപ്പ റെസിപ്പി കാണാം. റെസിപ്പി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷേങ്കിൽ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് എല്ലായിടത്തൊന്നും ആകും വിധം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് അടിക്കുക. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. ഓക്കെ. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് ഉപ്പിട്ടതാണ്. അപ്പോൾ അങ്ങും ഇങ്ങുമൊക്കെ ഉപ്പ് കിടക്കും. അപ്പോൾ അതിനാണ് ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ ഞാൻ കുഴച്ച് ഈ പരുവമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിലേ എടുക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് വെള്ളം പോലെ ആകുകയും ചെയ്യരുത്, ഒരുപാടകം കട്ടിയാകുകയും ചെയ്യരുത്. അപ്പോൾ ഇലയപ്പത്തിന് വലിയ ടേസ്റ്റ് കാണത്തില്ല, കല്ല് പോലെ ഇരിക്കും കട്ടിയായിട്ടിരുന്നാൽ. അപ്പം അങ്ങനെ ഞാൻ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവ് അങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാനിവിടെ ശർക്കരയും നല്ലപോലെ വേണ്ട നോർമലായിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്കിയെടുത്തിരിക്കുകയാണ് ശർക്കര, തേങ്ങ ഇടാം നല്ലപോലെ. അപ്പം അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളും കുഞ്ഞുങ്ങളും ഒന്ന് വരും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശർക്കര ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ തേങ്ങ മാറ്റി വെച്ച് അതിനകത്ത് ഇച്ചിരി പഞ്ചസാര ഇടാൻ വിചാരിച്ചിട്ട് തേങ്ങ മാറ്റി വെച്ചേക്കുന്നത്. കുറച്ച് തേങ്ങ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടെ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ. ഒരുപാട് മധുരമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഒത്തിരി അങ്ങ് മധുരമായി കഴിഞ്ഞാലും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ പിന്നെ ഒരു കുറച്ച് ഏലയ്ക്ക ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതും കൂടെ നല്ലപോലെ ഒന്ന് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഏലയ്ക്കായും പൊടിച്ച് വെച്ചത് അതും പിന്നെ ഞാൻ ഇച്ചിരി ജീരകം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലായിരുന്നു കേട്ടോ. ചെറുജീരകം നല്ലതാണ്, നല്ല ജീരകം ഇതിനകത്തിടുന്നത്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് വെച്ച് ആ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി പഞ്ചസാര ഇട്ട്, അത് പഞ്ചസാര ഇട്ട ഇലയപ്പമാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതും മിക്സ് ചെയ്ത് നമുക്ക് വയ്ക്കാം. ഓക്കെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണണേ എൻ്റെ കൂട്ടുകാരെ. എന്നോട് സ്നേഹമുള്ളവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു തരണേ ഈ വീഡിയോസ് കേട്ടോ. ഓക്കെ. അപ്പം അത് മിക്സ് ചെയ്ത് നമുക്കതങ്ങോട്ട് വരിക. ഇനി കുറച്ച് ഇല അതിനായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയൊക്കെ ഞാൻ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഇല നോക്കി ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാം. കീറിയതൊക്കെ അങ്ങ് മാറ്റാം. അപ്പോൾ അതങ്ങനെ അതും ഞാൻ കഴുകി അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയാമോ? നമുക്ക് ഇലയ്ക്കകത്തോട്ട് പിന്നെ മാവ് പരത്തി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇല അതിനായിട്ട് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇലയ്ക്കകത്തോട്ട് മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ടാണ് ഞാൻ ഇലയ്ക്കകത്തോട്ട് മാവിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും 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 പറയുവാണ്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, എന്നാലും ഞാനും ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഫുള്ളായിട്ട് കാണണേ, ഇടയ്ക്ക് വെച്ച് കാണല്ലേ, കട്ട് ചെയ്യല്ലേ എല്ലാവരും. അപ്പം ഇലയപ്പമൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ പിന്നെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു വീഡിയോ വേണമല്ലോ, അതിനായിട്ട് ഞാനൊരു ഇലയപ്പത്തിൻ്റെ വീഡിയോ അങ്ങ് എടുത്തതേ ഉള്ളൂ. അട, ചിലവർ അട എന്ന് പറയും കേട്ടോ, ചിലവർ ഇലയപ്പം എന്നൊക്കെ പറയും. അങ്ങനെ പല രീതിയിലും പറയുന്നവരുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം പരത്തി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ശർക്കരയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊന്ന് നല്ലപോലെ പരത്തിയിട്ട് നമുക്ക് അതിനകത്തോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ശർക്കരയും തേങ്ങായും ഏലക്കായും ജീരകവും എല്ലാമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒരുപാട് മധുരമൊന്നും വാരി വലിച്ച് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഗോതമ്പ് മാവ് കൊണ്ട് നമുക്ക് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട.
വലിയ രുചിക്കുറവ് വരത്തില്ല ഗോതമ്പ് മാവിന്. മൈദയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇച്ചിരി പ്രയാസവും വയറ്റിനകത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ മധുരവും ഒരുപാട് ഇട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഗോതമ്പ് മാവിന് അങ്ങനെ ഒരുപാട് മധുരമുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഞാൻ ശർക്കരയും മധുരം വെച്ച് കൊടുക്കുന്നത് ഒരു സൈഡിനാണ്. ആ മറ്റേ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മടക്കുമ്പോൾ അതിനകത്തോട്ട് ജോയിൻ്റ് ആയിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൈഡിനകത്തോട്ട് മാത്രമേ ഞാൻ വെച്ച് കൊടുക്കുന്നത് മധുരം. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ സ്റ്റെപ്പും പതിയെ പതിയെ ചെയ്യുകയാണ്. ഇനി അടുത്ത ഇല ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഇലയ്ക്കകത്തോട്ടും നമുക്ക് ഇതുപോലെ മാവ് പരത്തിയൊക്കെ വെച്ച് കൊടുക്കാം. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട്, എൻ്റെ മുത്തുമണികൾ എല്ലാവരും എനിക്കിതൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. ഇതിനകത്തോട്ട് പഞ്ചസാരയുടേതാണ് കേട്ടോ ഈ വയ്ക്കുന്നത്. അതിന് 4 ഇലയപ്പമാണ്. പഞ്ചസാര ആ ഒരു കൂട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതിന് 4 ഇലയപ്പമുണ്ട്. അപ്പോൾ അതും നമുക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത്, പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അപ്പോൾ ഇന്ന് മോള് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ചായക്ക് ഒരു കടിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തത്, ഇലയപ്പം ചെയ്തത്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോയും പിടിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണം. കണ്ട വീണ്ടും 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 ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയാണ്, ആരും കട്ട് ചെയ്ത് കാണരുത് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പം അതും ആ 4 എണ്ണം പഞ്ചസാര വെച്ചാണ് കേട്ടോ. പഞ്ചസാരയും തേങ്ങ ഇട്ടതിൻ്റെ വേറെ വെച്ചിരിക്കുകയാണ്. വേറെ അല്ല, അതിൻ്റെ കൂടെ തന്നെ അതിനൊരു അടയാളം മാതിരി ചെയ്ത് വയ്ക്കും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ആയിപ്പോവും, പിന്നെ എല്ലാം തുറന്ന് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതും ക്ലിയർ ചെയ്ത് കേട്ടോ. ഇനി നമുക്കിതും മാറ്റി അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി അടുത്തത് പിന്നെ നമുക്ക് ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി കുട്ടകം എടുക്കാം. ഉണ്ടോ, ഇത് ഇത്രയും ശർക്കരയുടേതാണ്. ഇതിങ്ങനെ തിരിച്ചു വെക്കുന്നത് പഞ്ചസാരയുടേത് 4 എണ്ണം. ഇനി ഞാൻ ഇടിയപ്പച്ചമ്പ് എടുത്തിട്ടുണ്ട്, ഇഡ്ഡലി കുട്ടകം. അതെടുത്ത് ഞാൻ വെള്ളമൊക്കെ എടുത്ത് നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ഗ്യാസിൽ വെച്ച് തീ കത്തിച്ച് കൊടുക്കാം. വെള്ളമൊക്കെ എടുക്കട്ടെ. ഞാൻ കുറച്ച് വെള്ളം എടുത്തു. പിന്നെ ഇങ്ങനെയൊക്കെ ചെറിയൊരു ജോലിയാണ് ഇന്നത്തെ എൻ്റെ കാണിക്കുന്നത്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഞാൻ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തിളച്ചോളൂ. എന്നാലും നമുക്ക് അതിനകത്തോട്ട് പറക്കി വെച്ച് കൊടുക്കാം. ഇലയപ്പം എല്ലാം അടുക്കി പെറുക്കി അടുക്കി ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പം അതും റെഡിയായി. എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ആവി വെന്ത് വരുമ്പോൾ ഈ ഇലയപ്പം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഒന്നും കൂടെ ഒക്കെ ഒരു ആവി വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അന്നേരം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. അതങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഇലയപ്പം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഇലയപ്പം എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് ഞാൻ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഞങ്ങളെ കാണിക്കാൻ. അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ആരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, കമൻ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ള എൻ്റെ വീഡിയോ. ഒരുപാട് ശർക്കര. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ട് എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.